ഒരു തുമ്പും കൂടാതെ 13 വയസ്സുള്ള ഒരു പ്രക്ഷുബ്ധനായ ആൺകുട്ടി അപ്രത്യക്ഷനായി. വർഷങ്ങൾക്ക് ശേഷം ആയിരക്കണക്കിന് മൈലുകൾ അകലെ നിന്ന് അത്ഭുതകരമായി അവനെ കണ്ടെത്തി. നിക്കോളാസ് പാട്രിക് ബാർക്ലേ 1980 ഡിസംബർ 31 ടെക്സസിലെ സാൻ അന്റോണിയോയിൽ ജനിച്ചു. അവൻ തികഞ്ഞ കുട്ടിയായിരുന്നില്ല. അതിൽ നിന്ന് വളരെ അകലെയാണ്. സ്കൂൾ ഒഴിവാക്കുകയും അധ്യാപകരുമായി തർക്കിക്കുകയും മോഷണം നടത്തുകയും ചെയ്തതിന്റെ ചരിത്രം അവനുണ്ടായിരുന്നു. അവന്റെ മത്സര സ്വഭാവം അവന്റെ അമ്മ ബെവർലി ഹൈഡിന് ജീവിതം ദുഷ്കരമാക്കി. അവൾ ഒരു ഒറ്റ രക്ഷിതാവായിരുന്നു. നിക്കോളാസ് തന്റെ മൂത്ത സഹോദരൻ ജേസനുമായി ഇടയ്ക്കിടെ ഏറ്റുമുട്ടി. 1994 ജൂൺ 13 നിക്കോളാസ് തന്റെ സുഹൃത്തുക്കളോടൊപ്പം ബാസ്കറ്റ്ബോൾ കളിച്ചു. വൈകുന്നേരം അടുക്കുമ്പോൾ അവൻ വീട്ടിലേക്ക് വിളിച്ച് ഒരു സവാരി ആവശ്യപ്പെട്ടു. എന്നാൽ അവന്റെ മൂത്ത സഹോദരൻ ജേസൻ വിസമ്മതിച്ചു. നിക്കോളാസിനോട് വീട്ടിലേക്ക് നടക്കാൻ പറഞ്ഞു. അതായിരുന്നു അവസാനമായി ആരും അവനെക്കുറിച്ച് കേട്ടത്. അവൻ ഒരിക്കലും വീട്ടിലെത്തിയില്ല. പിന്നീട് ഒരിക്കലും അവനെ കണ്ടതുമില്ല. ആദ്യം നിക്കോളാസിന്റെ തിരോധാനം ഗൗരവമായി എടുത്തില്ല. അവൻ മുമ്പ് ഓടിപ്പോയിരുന്നു. എപ്പോഴും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരികെ വരും. എന്നാൽ ഇത്തവണ വ്യത്യസ്തമായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി മാറി. എന്നിട്ടും അവനെക്കുറിച്ചുള്ള ഒരു സൂചനയും ഇല്ല. പിന്നീട് 3 വർഷത്തിനു ശേഷം സ്പെയിനിൽ നിന്ന് ഒരു കോൾ വന്നു. പേടിച്ചും ആശയക്കുഴപ്പത്തിലുമായി ഒരു ആൺകുട്ടി നിക്കോളാസ് ബാർക്ലേ ആണെന്ന് അവകാശപ്പെട്ടു. അവൻ ഒരു വേദനാജനകമായ കഥ പറഞ്ഞു. അവനെ തട്ടിക്കൊണ്ടുപോയി യൂറോപ്പിലുടനീളം കടത്തിക്കൊണ്ടുപോയി ദുരുപയോഗത്തിന് വിധേയനാക്കി. എന്നാൽ ഇപ്പോൾ അവൻ സുരക്ഷിതനാണ്. അവന്റെ കുടുംബം അതിയായി സന്തോഷിച്ചു. അവനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ അവർ ഏർപ്പാട് ചെയ്തു. അവന്റെ സുന്ദരമായ സ്വർണ്ണമുടി ഇപ്പോൾ ഇരുണ്ടതായിരുന്നു. അവന്റെ നീലക്കണ്ണുകൾ ഇപ്പോൾ കാപ്പി നിറമായിരുന്നു. അവൻ ഇംഗ്ലീഷ് സംസാരിച്ചു, പക്ഷേ ഒരു വിചിത്രമായ ഉച്ചാരണത്തോടെ. ഈ വ്യക്തമായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും കുടുംബം അവനെ സ്വീകരിച്ചു. തങ്ങളുടെ മകൻ തിരിച്ചെത്തിയെന്ന് വിശ്വസിക്കാൻ അവർ ആഗ്രഹിച്ചു. പക്ഷേ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അത്ര ഉറപ്പില്ലായിരുന്നു. ഒരു ആൺകുട്ടിയുടെ കണ്ണുകൾക്ക് എങ്ങനെ നിറം മാറാൻ കഴിയും? എന്തുകൊണ്ടാണ് അവന് തന്റെ ഭൂതകാലത്തെക്കുറിച്ചുള്ള ലളിതമായ വിശദാംശങ്ങൾ ഓർമ്മിക്കാൻ കഴിയാത്തത്? സംശയം വളർന്നു. FBI വിരലടയാള വിശകലനം നടത്തി. ഫലങ്ങൾ ഒരു ഞെട്ടിപ്പിക്കുന്ന സത്യം വെളിപ്പെടുത്തി. ഇത് നിക്കോളാസ് ബാർക്ലേ ആയിരുന്നില്ല. നിക്കോളാസ് എന്ന് വിളിക്കപ്പെടുന്നയാൾ യഥാർത്ഥത്തിൽ 23 വയസ്സുള്ള ഫ്രഞ്ച് തട്ടിപ്പുകാരൻ ഫ്രെഡറിക് ബോർഡിൻ ആയിരുന്നു. കാണാതായ കുട്ടികളെ അനുകരിക്കുന്നതിൽ ബോർഡിൻ പ്രശസ്തനായിരുന്നു. ഇത് അസ്വസ്ഥമായ ഒരു ചോദ്യം ഉയർത്തുന്നു. നിക്കോളാസിന്റെ കുടുംബത്തിന് വ്യത്യാസം തിരിച്ചറിയാൻ കഴിയാത്തതെങ്ങനെ? അപ്പോൾ നിക്കോളാസിന് എന്താണ് സംഭവിച്ചത്? നിക്കോളാസിന്റെ തിരോധാനത്തിൽ ജേസൻ ഉൾപ്പെട്ടിരിക്കാമെന്ന് ചിലർ വിശ്വസിക്കുന്നു. ബോർഡിനെ സ്വീകരിക്കാനുള്ള കുടുംബത്തിന്റെ ആകാംക്ഷ സത്യം മറച്ചുവെക്കാനുള്ള ഒരു മാർഗമായിരുന്നു. നിക്കോളാസ് ബാർക്ലേ ഇന്നും അപ്രത്യക്ഷനായി തുടരുന്നു.